ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ജൂലൈ 6-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്: ജസ്റ്റിസ് ഷീൽ നഗു അപ്പോയിൻറ്റഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തു അപ്പോയിൻമെൻറ്റ് ഓഫ് ജസ്റ്റിസ് ഷീൽ നഗുവിനെ ആസ് എ ചീഫ് ജസ്റ്റിസ് ഓഫ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ടായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റിസ് നാഗു വാസ് സെർവിങ് ആസ് ദ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് മധ്യപ്രദേശ് ഹൈക്കോർട്ട് ആഫ്റ്റർ ചീഫ് ജസ്റ്റിസ് രവി മലിമത്ത് ഡെമിറ്റഡ് ദ ഓഫീസ്. അപ്പോൾ ജസ്റ്റിസ് നഗു ഷീൽ നഗു ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് മധ്യപ്രദേശ് ഹൈക്കോർട്ടായിട്ട് ഉണ്ടായിരുന്നതാണ്. ആഫ്റ്റർ ചീഫ് ജസ്റ്റിസ് രവി മലിമോത്ത് ഓഫീസ് വിട്ടതിന് ശേഷം മധ്യപ്രദേശ് ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസായിട്ട് ഇരുന്ന ആളാണ് ഈ ഷീൽ നാഗു എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഹേമന്ത് സോറൻ ടേക്സ് ഓത്ത് ആസ് ജാർഖണ്ഡ് ചീഫ് മിനിസ്റ്റർ. അപ്പോൾ ഹേമന്ത് സോറൻ, ജാർഖണ്ഡ് മുക്തി മോർച്ച എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഹേമന്ത് സോറനാണ് ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് മൂന്നാമത്തെ തവണയാണിത് ഈ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ ജാർഖണ്ഡ് ചീഫ് മിനിസ്റ്ററാണ് ഹേമന്ത് സോറൻ. ഗവർണർ ആണ് CP രാധാകൃഷ്ണൻ. ഹാസ് ഇൻവൈറ്റഡ് സോറൻ ടു ഫോം ഗവൺമെൻറ് ഇൻ ദ സ്റ്റേറ്റ് ആഫ്റ്റർ എ ഡേ ആഫ്റ്റർ ചമ്പായ് സോറൻ സ്റ്റെപ്പ് ഡൗൺ ഫ്രം ദ ചീഫ് മിനിസ്റ്റേഴ്സ് പോസ്റ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. SBI അനൗൺസസ് ഇനീഷ്യേറ്റീവ്സ് ടു മിറ്റിഗേറ്റ് റിസ്ക്സ് ഇൻ അഗ്രികൾച്ചർ ലോൺ പോർട്ട്ഫോളിയോ. അപ്പോൾ SBI അനൗൺസ് ചെയ്തിരിക്കുകയാണ്, ഇനീഷ്യേറ്റീവ്സ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ലോൺ പോർട്ട്ഫോളിയോയിലത്തെ റിസ്ക്സ് എലിമിനേറ്റ് ചെയ്ത് കളയാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് SBI ഇനീഷ്യേറ്റീവ്സ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ കൺട്രീസ് ലാർജസ്റ്റ് ലെൻഡർ SBI അനൗൺസ്ഡ് 11 ന്യൂ ഇനീഷ്യേറ്റീവ്സ് ഇൻക്ലൂഡിംഗ് ദ എൻഹാൻസ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് ഡിജിറ്റൽ ബാങ്കിങ് ഫീച്ചേഴ്സ് and opening of 35 new agricultural centralized processing cells to mitigate risks in its agricultural loan portfolio. On the occasion of 69th Foundation Day, State Bank of India announced these initiatives to widen the bank's accessibility to address the banking needs of its potential customers, the lender said in a statement. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. പിന്നെ നിങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ട് കഴിഞ്ഞ പേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ പേജിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, എന്നിട്ട് നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ് ഇതാണ്: യൂണിയൻ ഹോം മിനിസ്റ്റർ അഡ്രസ്സസ് സഹകർ സേ സമൃദ്ധി കോൺഫറൻസ് ഓൺ ദ ഒക്കേഷൻ ഓഫ് 102nd ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോഓപ്പറേറ്റീവ്സ്. അപ്പോൾ യൂണിയൻ ഹോം മിനിസ്റ്റർ അഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. അമിത് ഷാ ആണ് അഡ്രസ്സ് ചെയ്തത്. സഹകാർ സേ സമൃദ്ധി എന്ന് പറയുന്ന കോൺഫറൻസ് ഓൺ ദ ഒക്കേഷൻ ഓഫ് 102nd ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോഓപ്പറേറ്റീവ്സിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഡേയുടെ ഒക്കേഷനിലാണ് ഇത് അഡ്രസ്സ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതേപോലെ അതിൻ്റെ ബാക്കി തുടർച്ചയായിട്ടുള്ള ന്യൂസാണിത്. ഈ പേജിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Annual defense production hits record high of approximately 1.27 lakh crore rupees in financial year 2023-24. അപ്പോൾ ആനുവൽ ഡിഫൻസ് പ്രൊഡക്ഷൻ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്രോക്സിമേറ്റ്ലി 1.27 lakh crore ഇൻ ഫിനാൻഷ്യൽ ഇയർ 2023-24 പീരീഡിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് അനൗൺസ്ഡ് ദാറ്റ് ഇന്ത്യ അച്ചീവ്ഡ് ഇറ്റ്സ് ഹയസ്റ്റ് എവർ ഗ്രോത്ത് ഇൻ ഡിഫൻസ് പ്രൊഡക്ഷൻ വാല്യൂ ഡ്യൂറിംഗ് 2023-24. The significant progress of the Make in India initiative, noting new milestones being surpassed. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ടത് വായിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പേജ് നെക്സ്റ്റ് ന്യൂസാണ്. അപ്പോൾ അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യ കലാമേള ആൻഡ് ശക്തി ഇന്ത്യ സെലിബ്രേറ്റ്സ് ദിവ്യാംഗ് ടാലൻറ്റ് അറ്റ് KIIT ക്യാമ്പസ് ഇൻ ഭുവനേശ്വർ. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം, എന്നാൽ കൂടുതലായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ദിവ്യാംഗ് ജൻ
and organizes Divya Kala Mela, Divya Kala Shakti and Divyangjan Rozgar Mela at Bhubaneswar from 5th to 11th July 2024. The event emphasizes the promotion of talents and capabilities of Divyangjan. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ദിവ്യാംഗജൻ, അത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിനുള്ള കലാമേളായൻ ശക്തി, ദിവ്യ കലാമേളായൻ ശക്തിയാണ് ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഭുവനേശ്വറിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫോക്സ്കോൺ ചെയർമാൻ യങ് ലിയു റിസീവ്സ് പത്മഭൂഷൺ. അപ്പോൾ ഫോക്സ്കോൺ എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടർ മാനുഫാക്ചറാണ്, അതായത് കമ്പ്യൂട്ടർ കോമ്പണൻസ്, മദർ ബോർഡ് കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഫോക്സ്കോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ചെയർമാൻ യങ് ലിയു പത്മഭൂഷൺ കിട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ഫോക്സ്കോൺ ചെയർമാൻ യങ് ലിയു റിസീവ്ഡ് ദ പത്മഭൂഷൺ ഫ്രം മൻഹർ സിംഗ് യാദവ് ഓഫ് ഇന്ത്യ തായ്പേ അസോസിയേഷൻ. Liu was conferred with the Padma Bhushan, the third highest civilian award, on the eve of 75th Republic Day this year. അപ്പോൾ 75th റിപ്പബ്ലിക് ഡേയുടെ ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് എന്തിനാണ് ലിയു വാസ് കൺഫേർഡ് വിത്ത് പത്മഭൂഷൺ, തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഈ പത്മഭൂഷൺ എന്ന് പറയുന്നത്. Foxconn is not only expanding its iPhone production facility but is also setting up a chip plant in joint venture with HCL Group. ഫോക്സ്കോൺ ഐഫോൺ പ്രൊഡക്ഷൻ അത് എക്സ്പാൻഡ് ചെയ്യുക മാത്രമല്ല, ഐഫോണിൻ്റെ കാര്യങ്ങളാണ് ഞാൻ മദർ ബോർഡ് എന്ന് പറഞ്ഞു, പക്ഷേ ഐഫോണിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ മാനുഫാക്ചറിങ്ങും ഈ ഫോക്സ്കോൺ എന്ന് പറയുന്ന കമ്പനിയാണ് ചെയ്യുന്നത്. ബട്ട് ഈസ് ഓൾസോ സെറ്റിംഗ് അപ്പ് എ ചിപ്പ് പ്ലാന്റ് ഇൻ എ ജോയിൻറ്റ് വെഞ്ചർ വിത്ത് HCL ഗ്രൂപ്പ്. അപ്പോൾ HCL ഗ്രൂപ്പായിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചർ വെച്ചിട്ട് ചിപ്പ് പ്ലാന്റും കൂടി സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഫോക്സ്കോൺ എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. LIC ലോഞ്ചസ് ഏജൻസി ട്രാൻസ്ഫോർമേഷൻ ഇനീഷ്യേറ്റീവ് ജീവൻ സമർത്ഥ്. അപ്പോൾ LIC ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഏജൻസി ട്രാൻസ്ഫോർമേഷൻ ഇനീഷ്യേറ്റീവ് ജീവൻ സമർത്ഥ്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. LIC അനൗൺസ്ഡ് ദ ലോഞ്ച് ഓഫ് ജീവൻ സമർത്ഥ്, ആൻ ഇനീഷ്യേറ്റീവ് എയിംഡ് അറ്റ് ട്രാൻസ്ഫോർമിംഗ് ദ ഏജൻസി ഇക്കോസിസ്റ്റം. To achieve this, Life Insurance Corporation has partnered with a global consulting firm which will undertake this agency transformation project by reviewing its existing agency framework on an end-to-end basis. Jeevan Samarth project the aim to transform our agency ecosystem to align with the rapidly evolving needs of millions of Indian families and provide them suitable long-term savings, protection, health insurance, ULIP and പെൻഷൻ സൊല്യൂഷൻസ്. അപ്പോൾ LIC ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഏജൻസി ട്രാൻസ്ഫോർമേഷൻ ഇനീഷ്യേറ്റീവായ ജീവൻ സമർത്ഥ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI ക്യാൻസൽസ് ലൈസൻസ് ഓഫ് വാരണാസി ബേസ്ഡ് ബനാറസ് മെർക്കൻറ്റൈൽ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാരണാസി ബേസ്ഡ് ആയിട്ടുള്ള ബനാറസ് മെർക്കൻറ്റൈൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ജോയിൻസ് ഫോഴ്സസ് വിത്ത് നാഷണൽ STOP ഡയറിയ ക്യാമ്പയിൻ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ നാഷണൽ സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ ആയിട്ട് ജോയിൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്ന് വായിക്കാം. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, മിനിസ്ട്രി ഓഫ് ജൽശക്തി ഹാസ് ജോയിൻഡ് വിത്ത് ദ നാഷണൽ സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ launched on 24th June 2024 by Union Health Minister Shri JP Nada alongside Union Minister of State, senior officials, Union Government, various states or Union territories and development partner representatives. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ ആയിട്ട്, നാഷണൽ സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ ആയിട്ട് ജോയിൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പേജ് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്, ആ ന്യൂസിൻ്റെ കണ്ടിന്യൂവേഷനാണ്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ശ്രീറാം ലൈഫ് ഇൻഷുറൻസ് ലോഞ്ചസ് ഡെഫേർഡ് ആന്വിറ്റി പ്ലാൻ. അപ്പോൾ ശ്രീറാം ലൈഫ് ഇൻഷുറൻസ് ഡെഫേർഡ് ആന്വിറ്റി പ്ലാൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം. The private sector life insurance insurer Shriram Life Insurance Company has rolled out a deferred annuity plan aimed at providing a steady retirement income for customers. With an annuity plan starting at 60,000 rupees a year.
The entry age for the plan is from 40 to 75 years and it includes payable with or without a return of purchase price. Sorry. Well, the deferment period is from 5th to 10 years, 5 to 10 years, after which annuity parameters would commence. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, സ്വന്തമായിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ ഈ പ്ലാനിനെ കുറിച്ച് കൂടുതലായിട്ട് ശ്രീറാം ലൈഫ് ഇൻഷുറൻസ് ലോഞ്ച് ചെയ്ത ഡെഫേർഡ് ആനുവിറ്റി പ്ലാനിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ധീരേന്ദ്ര ഓജ അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ ജനറൽ ഓഫ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. അപ്പോൾ ധീരേന്ദ്ര ഓജയെ ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ന്യൂസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ റെയിൽവേസ് ഗതിശക്തി വിശ്വവിദ്യാലയ GSV വഡോദര ആൻഡ് എയർബസ് സൈൻ എഗ്രിമെൻറ്റ് ഫോർ എയ്റോസ്പേസ് ടീച്ചിങ് ആൻഡ് റിസർച്ച്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഗതിശക്തി വിശ്വവിദ്യാലയ വഡോദര ആൻഡ് എയർബസ് കൂടിയിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് എയറോസ്പേസ് ടീച്ചിങ് ആൻഡ് റിസർച്ചിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.